എടപ്പള്ളി ലുലു PVR സിനിമാസിലാണ് ഛത്താ പച്ച എന്നുള്ള സിനിമ കാണാനായിട്ട് എത്തിയത്. PVR പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് 260 രൂപയുടെ ടിക്കറ്റ് 123 രൂപയ്ക്കാണ് കിട്ടിയത്. ഇത് PVRന്റെ സ്ക്രീൻ 6 ആണ്. സ്ക്രീൻ 6 4K ലേസർ പ്ലസ് ഡോൾബി അറ്റ്മോസ് ആണ്. ചത്താപ്പച്ച എന്ന് പറയുന്ന സിനിമ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമ്പയർ ചെയ്യുന്നത് ആലപ്പുഴ ജിംഖാന എന്നുള്ള സിനിമയായിട്ടായിരിക്കും. കാരണം ഇതിനകത്ത് മെയിൻ തീമായിട്ട് റെസ്ലിംഗ് അല്ലെങ്കിൽ ബോക്സിങ് വരുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ കഥയ്ക്കോ അല്ലെങ്കിൽ കഥയിൽ വരുന്ന കോൺഫ്ലിക്റ്റിനോ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാതെ ക്യാരക്ടർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫൺ വാച്ച് എന്നുള്ള രീതിയിലാണ് ഈ രണ്ട് സിനിമകളും പോകുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു ആ ജോണറിനോട് കുറച്ചുകൂടി നീതി പുലർത്തിയിരിക്കുന്നത് ആലപ്പുഴ ജിംഖാന എന്നാണ് എൻ്റെ ഒരു പക്ഷം. കാരണം ചത്താപ്പച്ച എന്നുള്ള സിനിമയ്ക്ക് കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. ഈ സിനിമയുടെ പ്ലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ നടക്കുന്ന കഥയാണ്. കൊച്ചിയിൽ തല്ലിപ്പൊളികളായിട്ട് നടക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർക്ക് ജീവിതത്തിന് എന്തെങ്കിലും ഒരു അർത്ഥം വേണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഒരു കോസ്റ്റ്യൂം ഗുസ്തി തുടർന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ വരുന്നത്. അപ്പോൾ സനൂപ് തൈക്കൂടുമാണ് ഇതിന്റെ തിരക്കഥ ആൻഡ് സംഭാഷണങ്ങൾ എഴുതിയിരിക്കുന്നത്. അതായത് സഹോദരങ്ങളെ പോലെ കഴിയുന്ന 3 പേര്, അവർക്കിടയിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ സിനിമ പോകുന്നത്. എന്നാൽ ഈ ബ്രദേഴ്സ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി പറഞ്ഞാൽ തീരാവുന്ന ഒരു നിസ്സാര കാര്യമാണ്. ആ നിസ്സാര കാര്യമാണ് വലിച്ചു നീട്ടി സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ കൊണ്ടുപോകുന്നത്. പക്ഷെ ഈ കോൺഫ്ലിക്റ്റിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കോൺഫ്ലിക്റ്റ് കണക്ട് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ ഈ സിനിമയിൽ വരുന്ന ഈ ബ്രദേഴ്സ്, അവരോട് നമുക്ക് എന്തെങ്കിലും ഒരു ഇമോഷണൽ കണക്ട് തോന്നണം. പക്ഷേ ഈ പടത്തിന്റെ മീറ്റർ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ക്യാരക്ടേഴ്സിനോട് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ കോൺഫ്ലിക്റ്റ് എന്നുള്ളത് അവിടെ പ്രോപ്പറായിട്ട് രജിസ്റ്റർ ആവുന്നില്ല. അതായത് ബേസ്മെന്റ് പ്രോപ്പർ അല്ലാതെ ബാക്കി എല്ലാം എഴുതി പിടിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെ ഒരു ഫീലാണ് ഈ സിനിമയുടെ മെയിൻ കോൺഫ്ലിക്റ്റിന് ഉണ്ടാവുന്നത്. ഇനി കോൺഫ്ലിക്റ്റ് പാളിയാലും അതിന്റെ സൊല്യൂഷൻ അതെങ്കിലും പ്രോപ്പറായിട്ട് എടുക്കുമെന്ന് കരുതുമ്പോൾ ഇതിന്റെ ക്ലൈമാക്സ് പോർഷൻ എന്ന് പറയുന്നത് അതുവരെ നമ്മൾ കണ്ട, അതായത് ഇത്ര ഈ സ്ക്രീനിൽ കണ്ടിരുന്ന പ്രധാനപ്പെട്ട എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട്. ആ ക്യാരക്ടേഴ്സിന്റെ ആ ഒരു വ്യക്തിത്വം ഒക്കെ ഇല്ലാതാക്കി ഒരു വലിയൊരു താരത്തിന്റെ ക്യാമിയോ റോള്, ആ ക്യാമിയോ റോളിൽ ഈ സിനിമയുടെ തിരക്കഥയിലുള്ള എല്ലാ പാളീച്ചകളും മറക്കാം എന്നുള്ള രീതിയിലാണ് ഇവർ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. അതങ്ങനെ തന്നെ എക്സിക്യൂട്ട് ആയിട്ട് വരുമ്പോൾ ഒരു വളരെ മീഡിയോക്കർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ലഭിക്കുന്നത്. എന്നാൽ ഈ സിനിമയിലെ ക്യാമിയോ റോള് അത് നന്നായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലോ അതും പ്രോപ്പർ ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ നെഗറ്റീവായിട്ടൊരു പടത്തിൽ എല്ലാത്തിനും വില്ലൻ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ടാവുമല്ലോ, ആ നെഗറ്റീവ് ക്യാരക്ടറിനെങ്കിലും മര്യാദക്ക് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതും ഇവിടെയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പ്രധാനപ്പെട്ട മെയിൻ ക്യാരക്ടേഴ്സ്, അവരുടെ കോൺഫ്ലിക്റ്റ്, ഇനി ഇതൊക്കെ ഈ ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമിയോ, പിന്നെ വില്ലൻ, അങ്ങനെ പ്രോപ്പറായിട്ട് എഴുതി വെച്ചിരിക്കുന്ന സംഭവങ്ങളൊന്നും ഈ പടത്തിലില്ല. പക്ഷെ നമ്മുടെ സംവിധായകൻ പണിയറിയുന്ന ആളാണ് അദ്വൈത് നായർ. ഈ കുറവുകളെല്ലാം ടെക്നിക്കലി നല്ല രീതിയിലേക്ക് അത് പരിഹരിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചാലും ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഈ പ്രശ്നങ്ങളുണ്ടല്ലോ അതൊക്കെ മുഴച്ചു നിൽക്കുന്ന രീതിയിലാണ് സിനിമ അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ടെക്നിക്കലി ഈ പടം ഗംഭീരമാണ്. ഈ പടത്തിന്റെ ഏതെങ്കിലും ഒരു സീൻ എവിടെയെങ്കിലും ഒക്കെ വർക്ക് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിന്റെ ടെക്നിക്കൽ ക്വാളിറ്റി കൊണ്ടാണ്. ഈ പടത്തിന്റെ സിനിമാറ്റോഗ്രാഫി DOP ആനന്ദ് ചന്ദ്രനെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് പിന്നെ ജോമോട്ടി ജോൺ, സുദീപ് എളമൻ എന്നിവരെ കൂടിയുണ്ട്. ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക് ഒരു രക്ഷയില്ലാതാണ്. കാരണം ഇതിന്റെ ആക്ഷൻ സീക്വൻസ്, അതായത് റിംഗ് ഫൈറ്റ് ഉണ്ടല്ലോ, ഈ ഫൈറ്റ് ക്ലൈമാക്സിലെ ബ്രദേഴ്സ് തമ്മിലുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റ് ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നതാണ്. അതിന്റെ വരുന്ന കട്ട്സ്, അതായത് എഡിറ്റർ പ്രവീൺ പ്രഭാകറിന്റെ കട്ട്സ്, അതിന്റെ കൂടെ ഈ DOP ഇതെല്ലാം വരുമ്പോൾ അതിന്റെ കൂടെ മുജീബ് മജീദിന്റെ കിഡിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടി ആവുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ ആഘോഷിക്കാനുള്ള വക സംഭവങ്ങളെല്ലാം ഈ പടത്തിലുണ്ട്. ഈ പടത്തിന്റെ കോസ്റ്റ്യൂംസ്, മേക്കപ്പ്, സൗണ്ട് മിക്സിങ്, സൗണ്ട് ഡിസൈൻ തുടങ്ങി ടെക്നിക്കലി നമ്മൾ നോക്കുന്ന എല്ലാം ടോപ്പ് നോച്ചായിട്ടാണ് ഈ പടത്തിൽ വന്നിരിക്കുന്നത്. ശങ്കർ ഹസനിലോ ആദ്യമായിട്ടാണ് മലയാളത്തിൽ ചെയ്തിരിക്കുന്നത്. അവർ ചെയ്തിരിക്കുന്ന പാട്ടുകളൊന്നും അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്നൊന്നുമില്ല. ഇനി പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അർജുൻ അശോകൻ ഈ പടത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ബോഡിയൊക്കെ നല്ല ബൾക്കായ രീതിയിലാണ്. ഒരു സാബിയോ എന്നുള്ളൊരു ക്യാരക്ടറാണ്. പുള്ളി ഒരു പാവത്തനെ പോലെ നിൽക്കുന്നതാണ്, എന്നാൽ പുള്ളി കിടുവാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ പടത്തിൽ പറയുന്നത്. ഭൂരിഭാഗം ഒരു പാവത്താൻ ആ രീതിയിലുള്ളത്. പിന്നെ മെയിൻ കോൺഫ്ലിക്റ്റ് വരുമ്പോഴാണ് പുള്ളി ആ വിശ്വരൂപം എടുക്കുന്നത്. അതൊക്കെ പുള്ളിയുടേതായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ റോഷൻ മാത്യുവിന് അത്യാവശ്യം മാസ് സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ളതുണ്ട്. ഞാൻ നൈറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂവിൽ പറഞ്ഞിരുന്നു, പുള്ളിക്കാരൻ മാസ് പടങ്ങളിലൊക്കെയാണ്. ഇതിനകത്ത് 2-3 മാസ് സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ വർക്കായിട്ട് വന്നിട്ടുണ്ട്. ഇഷാൻ ഷൗക്കത്ത് പുള്ളി സർപ്രൈസിങ് ആയിരുന്നു കേട്ടോ. കാര്യം പുള്ളി പെട്ടെന്ന് ഈ 6 പാക്കിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവമായിട്ടൊക്കെ വരുമെന്ന് എക്സ്പെക്ട് ചെയ്തില്ല. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ തെസ്നീഖാനുണ്ട്. അതുകൂടാതെ ഈ സിനിമയിൽ ഒരു കൊച്ചുകുട്ടിയുണ്ട്. ഈ കൊച്ചുകുട്ടിയുടെ പെർഫോമൻസ് കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക സീനുകളും വർക്കാണ്. പക്ഷെ ചില സീക്വൻസ് അത് ആ കുട്ടിയുടെ പ്രശ്നത്തിന്റെ അല്ല, അത് എഴുതി വെച്ചിരിക്കുന്നതാണ്. അത് അങ്ങനെ തന്നെ അഭിനയിച്ചു വരുമ്പോൾ പാളി പോകുന്നതാണ്. ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ സിനിമയിലെ മെയിൻ USP എന്ന് പറയുന്നത് മമ്മൂക്കയുടെ ഗസ്റ്റ് റോളാണ്. ഈ മമ്മൂക്ക വരുന്നത് നല്ല കിഡിലൻ ലുക്കിലാണ്. പുള്ളിനെ കാണുമ്പോൾ തന്നെ ഒരു വാവ്, ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി അങ്ങോട്ട് വന്നു കഴിഞ്ഞ് പിന്നെ വാ തുറന്നു കഴിയുമ്പോഴേക്കും പോയി. പുള്ളി കൊടുത്തിരിക്കുന്ന ഡയലോഗ്സ് അത് മോശമാണ്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നു, പിന്നെ പുള്ളി എന്താണ്ടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, കുറെ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു പരിധി കഴിയുമ്പോൾ ഈ പുള്ളിനെ കളിയാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണോ നമുക്ക് തോന്നിപ്പോകും. കാരണം ഈ കസേര വെച്ച് അടിച്ചിട്ട് ഇത് പുതിയതാണ് എന്നൊക്കെ പറയുമ്പോൾ
ശരിക്കും നമുക്കിത് എന്താണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ സംഭവം കൊടുത്തിരിക്കുന്നത് തോന്നും. അതുവരെ നമ്മൾ കണ്ടിരിക്കുന്ന മെയിൻ ക്യാരക്ടേഴ്സ് അവരുടെയൊക്കെ വ്യക്തിത്വമൊക്കെ ഇല്ലാണ്ടാക്കിയിട്ടാണ് ഈ ക്യാമിയോ റോൾ കൊടുത്തിരിക്കുന്നത്. കാരണം ഈ പടത്തിന്റെ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിരിക്കുന്ന ബ്ലണ്ടറാണ്. പക്ഷെ ഇത് മമ്മൂട്ടിയുടെ ലുക്ക് സംഭവങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷെ ഈ പെർഫോമൻസ് അത് അത്ര സുഖമായിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ ഇതുപോലെ വലിയ ആക്ടേഴ്സിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഗസ്റ്റ് റോള് നമ്മൾ കഴിഞ്ഞ മാസം ഗില്ലി ബാല എന്നുള്ളൊരു മഹാപരാധം നമ്മൾ കണ്ടതാണ്. ഏതായാലും ആ അപരാധ ലെവലിലേക്ക് വന്നിട്ടില്ല, എന്നാലും അത്ര എഫക്റ്റീവ് അല്ല. കാരണം ഒരു രീതിയിൽ ഇമ്പാക്ട് നൽകുന്നില്ല. ഒരു വേണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഗസ്റ്റ് റോള് മമ്മൂക്കയ്ക്ക്. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊച്ചിയിൽ വളർന്നവർക്ക് കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പൊ അംബേദ്കർ കൂൾ ബാർ, പിന്നെ പഴയ റെയിൽവേ സ്റ്റേഷൻ കാണിക്കുന്നത്, പിന്നെ ചീനവല, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കൊച്ചിക്കാരായിട്ട് കണക്ട് ആവുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് നല്ല നൈസായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ട് ഒന്നും ഇല്ലാതെ കോൺഫ്ലിക്റ്റ് വരുന്നു. പിന്നെ തീരെ ബാലിശമായിട്ടുള്ള കുറെ ക്ലൈമാക്സ് സീക്വൻസ്, ക്യാമിയോ എന്നാണെന്നുണ്ടെങ്കിൽ ക്യാമിയോയും വർക്കായിട്ടില്ല. അപ്പൊ ആ രീതിയിലൊക്കെ വരുന്ന ഒരു പടമാണ് ചത്ത പച്ച. ചത്ത പച്ചയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു തിയേറ്ററിൽ മാത്രം കാണേണ്ട ഒരു സിനിമയാണ്. കാരണം ഈ സിനിമയുടെ മീറ്റർ അങ്ങനെയാണ്. ഇതിനകത്തുള്ള പല സീൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ അത് തിയേറ്ററിൽ മാത്രം വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പോൾ ബബ്ബബ്ബ, ഭയംഭക്തി ബഹുമാനം പോലുള്ള സിനിമയുണ്ടല്ലോ, ആ സിനിമ നന്നായി വർക്കായവരുണ്ട്. കാരണം ആ തിയേറ്റർ ആംബിയൻസിൽ ആ ഒരു ഫാൻസിന്റെ കൂട്ടത്തിൽ ഓളത്തിലൊക്കെ കാണുമ്പോൾ വർക്കാവും. ഏതായാലും പിന്നീട് OTT നമ്മൾ ആ പടം കാണുമ്പോൾ ഇതെന്ത് തേങ്ങ എന്ന് നമുക്ക് തോന്നൂലേ. അപ്പൊ അങ്ങനെയൊക്കെ തോന്നുന്ന പോലുള്ള ഒരു പടമാണ് ചത്ത പച്ച. കാണുന്നെങ്കിൽ തിയേറ്ററിൽ മാത്രം കാണുക. ഞാൻ ബബ്ബബ്ബ എന്നുള്ള സിനിമ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ബബ്ബബ്ബയുടെ റേഞ്ചിലുള്ള പടമാണെന്ന് വിചാരിക്കരുത്. ബബ്ബബ്ബ ഒരു മഹാപരാധമാണ്. ഇത് അങ്ങനെയൊന്നുമല്ല. ഇത് എന്നെ സംബന്ധിച്ച് ഒരു മീഡിയോക്കർ, ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ടെക്നിക്കലി ഗംഭീരമാണ്. ഫൈറ്റ്, ലാസ്റ്റ് ആ ബ്രദേഴ്സിന്റെ ഫൈറ്റ് ഒക്കെ എടുത്തു വെച്ചിരിക്കുന്ന അതൊക്കെ കിഡിലൻ സംഭവങ്ങളാണ്. അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ്. കുറച്ചുകൂടി നല്ല രീതിയിൽ റൈറ്റിംഗ് സൈഡ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ വേറെ ലെവലിൽ പോവേണ്ട പടമായിരുന്നു. കാരണം പടം തുടങ്ങുമ്പോൾ മൈത്രി മൂവി മേക്കേഴ്സ്, ധർമ്മ പ്രൊഡക്ഷൻസ്, PVR ഐനോക്സ്, പിന്നെ T-Series, അങ്ങനെ വലിയ വമ്പന്മാരൊക്കെയാണ് ഈ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നല്ല ഐറ്റം ആയിരുന്നു വെച്ചെങ്കിൽ ഉണ്ടല്ലോ, ഏത് ലെവലിൽ പോകേണ്ട ഐറ്റം ആയിരുന്നു. പക്ഷെ ഒരു മീഡിയോക്കോർ എക്സ്പീരിയൻസിലായിട്ട് ഒതുങ്ങി. അതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. വീഡിയോയുടെ തുടക്കത്തിൽ PVR പാസ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ PVR പാസ്പോർട്ട് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ കാണുന്നത്. ഇപ്പൊ ഇന്ന് റിലീസായിട്ടുള്ള ചത്താപ്പച്ച, ഇത് PVR പാസ്പോർട്ട് ഉപയോഗിച്ച് തന്നെയാണ് കണ്ടിരിക്കുന്നത്. PVR പാസ്പോർട്ട് മാത്രമല്ല, കോമ്പസ് നൗ, അതുകൂടാതെ ഡിസ്ട്രിക്ട് പാസ്, ഈ 3 ഓഫേഴ്സിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ 3 ഓഫേഴ്സ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും, നമുക്ക് എത്രയൊക്കെ കാശ് സേവ് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഏകദേശം ഒരു 10-14 മിനിറ്റ് ഉണ്ട്. പക്ഷെ കാശ് സേവ് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം 30 സെക്കൻഡ് റീൽസിലൊന്നും പറഞ്ഞു ഒതുക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് മണി സേവ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. അതിന് സമയം മുടക്കേണ്ടി വരും. അപ്പൊ ഈ 10, 12, 14 മിനിറ്റ് ഒക്കെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ PVR പാസ്പോർട്ട് എന്താണ്, ഡിസ്ട്രിക്ട് പാസ് എന്താണ്, കോമ്പസ് നോ എന്താണ് തുടങ്ങി എല്ലാത്തിനും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഉണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കുക. ഒരുപാട് കാശ് ലാഭിക്കാം. കാരണം കഴിഞ്ഞ വർഷം 302 സിനിമകളാണ് കണ്ടത്. ആ 302 സിനിമകൾക്കായിട്ട് മൊത്തം ഒരു 35,000 രൂപയ്ക്കാണ് സ്പെൻഡ് ആയിട്ടുള്ളൂ. അതെല്ലാം ഈ ഓഫേഴ്സ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയും.